റുസ്വാനെ ഇവിടെ കുട്ടീനോട് പറയാണ് ഇവിടെ വെല്ലിപ്പാക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കട്ടാ. ഇവിടെ വെല്ലിപ്പട കട ഓപ്പണാക്കിക്കണമെന്ന് പറഞ്ഞാളെ ഈ പാവത്തിന് കച്ചവടം ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഇളനീന് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാളെ. 22-ാം തീയതി റമദാൻ മാസത്തിലെ വീഡിയോ ആണ്. അപ്പോൾ 22/3/2025. അപ്പോൾ കച്ചവടമൊന്നും ആയിട്ടില്ല, ആയി വരണുള്ളൂ. അതിനകത്ത് ഇളനീനൊന്നും മുറിച്ചിട്ടില്ല, കണ്ടില്ലേ. രണ്ടാമത്തെ ഇവിടെ ബസ് നിൽക്കുന്ന കാലത്താലെ ആൾക്കാർക്ക് നോട്ടം കിട്ടണില്ല എന്നും വെല്ലിപ്പാട് പറഞ്ഞാളെ. പിന്നെ 2 കൊല്ലമായിട്ട് വെല്ലിപ്പാക്ക് ഈ കടമൊന്നും കിട്ടില്ല, കട പൂട്ടി കിടക്കാൻ കൊറോണ സമയത്ത്. വെല്ലിപ്പാനോട് ദുആ ചെയ്യാൻ പറയും, വെല്ലിമാനോട് ദുആ ചെയ്യാൻ പറയും. കച്ചവടം ആയി കിട്ടാനും വെല്ലിപ്പാക്ക് എന്തെങ്കിലും ചിലവിനും കാര്യങ്ങളും ഡോക്ടറെ അടുത്ത് പോകാനും പിടിക്കാനും എന്തെങ്കിലും വെല്ലിപ്പാക്ക് ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു 10 റുപ്യ കിട്ടാനുള്ള മാർഗം. അപ്പോൾ വെല്ലിപ്പാക്ക് ഈ വീഡിയോ കാണിച്ചിട്ടാണ്. കൂടുതൽ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണം ചേട്ടാ. വെല്ലിപ്പാടെ കട 2 കൊല്ലമായിട്ട് അടഞ്ഞിരിക്കുന്ന കട ഇപ്പോൾ ഒരു 15 ദിവസമായിട്ട് പോയി പാവം തുറന്നിരിക്കുകയാണ്. ആയി വരാൻ സമയം പിടിക്കും. വെല്ലിപ്പാട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കേട്ടോ. എന്തെങ്കിലും വാടക ഇപ്പോഴല്ല, 1-2 മാസം പിടിക്കുമ്പോൾ വാടക തരണമെങ്കിൽ. അപ്പോൾ വല്ലതും തരികയെന്നുണ്ടെങ്കിൽ വെല്ലിപ്പാട് പറഞ്ഞാൽ ഇപ്പം പൈസ വിട്ടുതരുമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഉണ്ണിയാ ഇൻഷാ അല്ലാഹ്. വെല്ലിപ്പാടെ ജീവിതമാണ് പാവം. ഇവിടെയൊക്കെയാണ് ഞങ്ങളിവിടെ റോട്ടുമ്മ കിടന്ന് ജീവിച്ചതാണ്. ഇവിടെയൊക്കെയാണ് ഞങ്ങൾ കുളിച്ചതും ഇവിടെ കിടന്ന് ഉറങ്ങിയതും റോട്ടുമ്മ കിടന്ന് ഉറങ്ങിയ ജീവിതങ്ങളാണ്. അപ്പോൾ ഇത് ENT ഹോസ്പിറ്റൽ എന്ന് പറയും. ചെവി കണ്ണ് ENT, ചെവി തൊണ്ടയുടെ ഒക്കെ ഹോസ്പിറ്റലത്, മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റൽ. ഇത് JB പട്ടി സ്കൂളാണിത്. JB പട്ടി സ്കൂള്. ഇവിടെ അനവധി മറവഞ്ചേരി, കുറ്റിപ്പുറം മറവഞ്ചേരി ഉള്ളത്, അതായത് അയങ്കലം മറവഞ്ചേരിയിൽ എൻ്റെ വാപ്പ 1961 ഇവിടെ ബോംബെ വന്നിട്ട് ഈ റോട്ടുമ്മ കിടന്ന് ജീവിച്ചൊരു മഹാനാണ്. ശിവസേനക്കാരുടെ അടിയും പോലീസുകാരുടെ അടിയും കുത്തൊക്കെ കൊണ്ടിട്ടും എൻ്റെ വാപ്പ ഒരുപാട് ചെവി കൂടെ അടി കൊട്ടി, ശിവസേനക്കാരെ അടി കിട്ടിയിട്ടൊക്കെ ബ്ലഡ് ചെവിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരുപാട് പഴയ ആൾക്കാർ അനവധി പ്രയാസങ്ങൾ കഴിഞ്ഞു പോയ ചരിത്രങ്ങളതൊക്കെ. അവരൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഒരു 10 റുപ്യ ഉണ്ടാക്കിയതും മക്കളെ സംരക്ഷിച്ചതും കുടുംബം പോറ്റിയതൊക്കെ പാടെ നോക്കിയെന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ണീച്ചപ്പോൾ നമുക്കാർക്കും ഇതിനെപ്പറ്റി അറിയണില്ല. കാരണം നമ്മളിപ്പോൾ പഴയ കാലത്തുള്ള തന്താരും തള്ളാരും അവരൊരു 10 റുപ്യ ഉണ്ടാക്കിയൊരു ഭൂമി വാങ്ങിയിടുമ്പോഴേ നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീഴുമ്പോഴേ നമ്മൾ അവരെ തലമ കൊത്തുകയാണ്. കാരണം മക്കൾ വലുതായി വരുമ്പോൾ തന്നെ വാപ്പാനെ അടിക്കലും കുത്തലും തള്ളനും വേദനാപ്പിക്കലും കിട്ടണ മുതലെങ്ങനെയെങ്കിലും പേരിൽ കാക്കാനും ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരുടെ ചിന്ത പോണത്. ഞാൻ ഗ്രൂപ്പിൽ എല്ലാവരോടും പറയണേ, ഇങ്ങനൊന്നും ചെയ്യരുത് പഠിച്ചോനെ വിചാരിച്ചിട്ട്. കാരണം മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആ കാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇന്നൊരു 10 സെൻറ്റ് സ്ഥലം മക്കൾക്ക് വേണ്ടിയിട്ട് 1/2 ഏക്കറയും 2 ഏക്കറയും 1 ഏക്കറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അടിയും കുത്തൊക്കെ കൊണ്ടുവരും റൂട്ടുമ്പോൾ ജീവിതം പാതാക്കരുത്. അങ്ങനെ ഓരോരുത്തരും ഇന്ന് അങ്ങനെ കഴിഞ്ഞു പോയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു മക്കൾക്കും ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങാൻ പറ്റില്ല. കാലങ്ങൾ അങ്ങനെയാണ്. കാരണം 25,000 കിട്ടുമ്പോൾ 50,000 ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കുകയാണ്. ഇന്നത്തെ ജീവിത ചരിത്രമാണ്. പഴയ കാലത്ത് തന്തിയും തള്ളാരും വല്ല ഭൂമി വാങ്ങിയിട്ടുണ്ടോ അവരെ മക്കൾക്ക് ഇന്ന് ദുനിയാവിൽ സ്വർഗ്ഗം, അല്ലാത്തവർ നിറകിച്ച് നടക്കുകയാണ്. കാരണം പറ്റണില്ല. 1000 കിട്ടിയാൽ 5000 ചിലവാണ്. ഒരിക്കച്ച് വരുമ്പോഴത്തേനും ഒരു 15,000 20,000 മാസം ഒരിക്കച്ച് വരുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്. ആ അവസ്ഥയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അപ്പോൾ മറ്റുള്ളവരെ പറ്റിക്കാനും തിന്നണ്ട, മറ്റുള്ളവരെ വേദനിപ്പിക്കാനും നിൽക്കണ്ട. പടച്ചവനോട് ദൈവത്തിനോട് കൈ ഉയർത്തിയിട്ട് നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ അതുകൊണ്ട് പൊരുത്തപ്പെടാൻ മറ്റുള്ളവർ നേരാവണ് കണ്ടിട്ട് ഉരുകാനും നിൽക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബോംബെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബോംബെ മാൻ. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ നിന്നാൽ പിന്നെ ഞാൻ സംസാരം ഏതായാലും അങ്ങോട്ട് നീട്ടിപ്പോയി. അപ്പോൾ അതിന് ശേഷം ഇന്നെ ഇവിടെ കൊടുക്കുന്ന 7 വയസ്സിൽ എന്നെ വാപ്പ വളരെ ചെറുപ്പത്തിൽ കൊടുന്നിട്ട് റൂട്ടുമ്മ കൊടുന്നിട്ട് ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. അവിടെ കിടന്നിട്ട് സ്കൂളിലും പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല. അത്രയും ചെറുപ്പത്തിൽ ഇവിടെ കൊടുന്നിട്ടിട്ട് ഇപ്പോൾ ഇവിടെ കൊടുന്ന് എന്നെ വളർത്തിയതാണ്. ജീവിതം എന്താണ്, മനുഷ്യന്മാരായിട്ട് എങ്ങനെ നിൽക്കണമെന്നും ആൾക്കാരെ വേദനിപ്പിക്കാതെ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ എൻ്റെ വാപ്പ ഈ റോട്ടുമ്മ കെടുത്തിട്ട് എന്നെ പഠിപ്പിച്ചെന്ന്. അന്ന് സ്കൂളിലൊക്കെ ഇത് വലിയ സ്കൂൾ, അതിൻ്റെ ചുറ്റുഭാഗം സ്കൂളൊക്കെ VIP സ്കൂളാണ്. അപ്പോൾ വാപ്പ പറഞ്ഞ് ഞാൻ ഒരു ഉസ്താദിൻ്റെ അടി കൊണ്ടിട്ട് പോകുന്നതാണ്. ഉസ്താദ് നല്ല മനുഷ്യനുണ്ടാകും, തെറ്റിയ ഉസ്താദിനെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ എൻ്റെ ഞങ്ങളെ അന്നത്തെ കാലം ഞാൻ യൂട്യൂബ് ചാനലൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ 24 ന്യൂസിൽ, മനോരമ, ഏഷ്യനിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാനെ പറ്റിയിട്ട് മറ്റുള്ളവനെ കുറേ പറ്റിച്ച് തിന്നണം എന്നുള്ള നെയ്യത്തൊന്നുമില്ല. അങ്ങനെ വാപ്പ പറഞ്ഞതാണ് മക്കളൊക്കെ സ്കൂളിൻ്റെ അകത്ത് പഠിച്ചോട്ടെ, ഉപ്പാടെ കുട്ടി പുറത്ത് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് റോട്ടുമ്പോൾ നിരകിച്ച് ജീവിച്ചിന്ന് തെങ്ങിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ചൊക്കെ കയറിയിട്ട് എൻ്റെ വേർപ്പ് ഒരു 500-1000 മാറ്റിയേക്കാൻ കിട്ടുന്നു. അപ്പോൾ ഇത് വെല്ലിപ്പാക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്താളാണ് കേട്ടോ. ഇൻഷാ പറയാനുള്ളത് പറഞ്ഞ് മനസ്സിലൊന്നും ഇരിക്കില്ല, എല്ലാം തുറന്ന് പറയാനുള്ള. അപ്പോൾ ആർക്കും എന്നോട് വെറുപ്പൊന്നും തോന്നിയത് കമൻറ്റുകളൊന്നും വേണ്ടാത്ത എഴുതാ. കിട്ടായി വായിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്.
അസ്സലാമു അലൈക്കും.